ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ ചോക്ലേറ്റ് കേക്ക് ഓവനൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാനിത് തയ്യാറാക്കുന്നത് നമ്മളെ ഇഡ്ഡലി ചെമ്പില്ലേ അതിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിന് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. അതേപോലെ നല്ല സോഫ്റ്റും ആണ്. നമുക്ക് ചോക്ലേറ്റ് ബേസ് ആയിട്ടുള്ള ഏതൊരു കേക്കിനും പറ്റിയ നല്ലൊരു കേക്ക് തന്നെയാണിത്. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കും സക്സസ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും ഒട്ടും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇതൊന്ന് കണ്ടു നോക്കുക, എന്നിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ചോക്ലേറ്റ് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ 1 കപ്പ് അളവിലുള്ള പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് നമുക്ക് സ്പൂണിലോട്ട് ഇതേപോലെ മൈദ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ടതിന് ശേഷമാണ് മൈദ ഫില്ല് ചെയ്തത്. അതിന് ശേഷം ഇതേപോലെ സ്പൂണ് കൊണ്ട് നന്നായി വടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു അളവിൽ ഇപ്പോൾ ഒരു കപ്പ് കറക്റ്റ് മെഷർമെൻറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു അരിപ്പയിലോട്ട് മാറ്റാം. ഇതൊരു 1 kg കേക്കിനുള്ള അളവാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വെയിറ്റ് വേണമെങ്കിൽ അതിനുള്ള അളവിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ ഇതാ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ അരിക്കുന്നേരം 3 വട്ടമായിട്ട് അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഒരു വട്ടം അരിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ മൈദയുടെ മിക്സും നമ്മൾ ഇട്ട ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമ്മളെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിന് ആവശ്യമായ മധുരത്തിന് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് ചെറിയ മിക്സിയുടെ ജാറിലിട്ടതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് കേക്കിൻ്റെ ടിന്നാണ്. ടിന്നു പകരം നിങ്ങൾക്ക് സ്റ്റീൽ പാത്രം ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ച് ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂണോളം വനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ലൈറ്റ് കളർ വനില എസൻസ് ആയതുകൊണ്ടാണ് 1/2 ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഡാർക്ക് കളറുള്ള വനില എസൻസ് ആണെങ്കിൽ 1 ടീസ്പൂണോളം എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ 1 ടീസ്പൂൺ എടുത്താലും മതി. അതേപോലെ ബട്ടർ പേപ്പറും പിന്നെ ഇല്ലെങ്കിൽ നിങ്ങളെടുത്തില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലോട്ട് കുറച്ച് മൈദയും കൂടി ഇട്ട് നന്നായിട്ട് എല്ലാം എടുത്താക്കിയ ശേഷം ഒന്ന് തട്ടിയെടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് മുട്ട നന്നായി പതഞ്ഞ് വരുമ്പോൾ അതിലോട്ട് പഞ്ചസാര പൊടിച്ചതിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട കുറച്ചൊന്ന് പതഞ്ഞതിന് ശേഷം വേണം നമുക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മളിത് ഇങ്ങനെ കുറേശ്ശെ ആക്കിയിട്ട് നല്ലൊരു ക്രീം പരുവത്തിലാക്കിയിട്ട് ഈ ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് പിടിക്കും നന്നായിട്ട് ക്രീമി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മഞ്ഞ കളറൊക്കെ പോയിട്ട് ഒരു വൈറ്റ് കളറായിട്ട് വരും ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ പക്ഷെ പെട്ടെന്ന് തന്നെ കഴിയുകയാണെങ്കിൽ ബീറ്റർ തന്നെ ഉപയോഗിക്കണം. അതേപോലെ നല്ല സോഫ്റ്റും കിട്ടണമെങ്കിൽ ബീറ്റർ തന്നെ വേണം. മിക്സിയിലൊന്നും ഇത്ര സോഫ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇത് നമ്മളെ മുട്ട ഇവിടെ നല്ലൊരു ക്രീം പരുവത്തിലായിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ അതൊന്ന് മെൽറ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തണുത്ത ശേഷം ഇതിലോട്ട് ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറേ ടൈം ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഈ ഓയിൽ എല്ലാം എടുത്തു ആകുന്ന രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഓയിൽ ഇവിടെ എല്ലായിടത്തും മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ ഈ മുട്ടയുടെ മിക്സിലോട്ട് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മൈദയുടെ ബാറ്റർ ഇട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫാസ്റ്റിലൊന്നും ഫോൾഡ് ചെയ്യേണ്ട, ഇങ്ങനെ പതിയെ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഒരുമിച്ച് ഇടാതെ ഇങ്ങനെ 2-3 വട്ടമായിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മളെ കേക്ക് നല്ല സ്മൂത്തായിട്ട് നമുക്കിങ്ങനെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലായിടത്തും ഈ മാവെത്തുന്ന രീതിയിൽ
മൈദയുടെ മിക്സ് എത്തുന്ന രീതിയിൽ ഇങ്ങനെ സ്ലോയിൽ വേണം മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫാസ്റ്റിലൊന്നും ചെയ്യരുത്. അപ്പോൾ നമ്മളെ ബീറ്റ് ചെയ്ത മുട്ടയുടെ പതയൊക്കെ ഒന്ന് താഴ്ന്നു പോകും. അപ്പോൾ നമ്മളെ കേക്ക് കറക്റ്റാ സോഫ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇത് ഞാനിവിടെ ലാസ്റ്റിലത്തെ പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഓയിൽ തടവിയിട്ടുള്ള ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള ആ പാത്രത്തിലോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീൽ പാത്രമൊക്കെ ആണെങ്കിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം അതിൽ കുറച്ച് മൈദ ഇട്ട് എല്ലായിടത്തും ആക്കിയ ശേഷം ഒന്ന് തട്ടി കളഞ്ഞാൽ മതി. അപ്പം നമുക്ക് ബട്ടർ പേപ്പറിൻ്റെ അതേ ഒരു എഫക്റ്റിൽ തന്നെ കിട്ടും പാത്രം. ബട്ടർ പേപ്പർ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കേണ്ട. അതേപോലെ ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു ക്രിസ്പി ആയിരിക്കും നമ്മളെ കേക്കിൻ്റെ സൈഡൊക്കെ. അപ്പോൾ അതൊക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ടൊന്ന് സൈഡൊന്ന് ചെത്തിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഇതിൽ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാനിത് അങ്ങനെ 2-3 വട്ടം ഒന്ന് ടാപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമ്മളെ കേക്കിൽ ഹോൾസൊക്കെ കുറഞ്ഞ് കിട്ടും. ഇനി ഇതാ ഒരു ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ടുണ്ട്, അതിലൊരു റിങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ഇഡ്ഡലി ചെമ്പ് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചതാണ്. അതിന് ശേഷമാണ് ഞാൻ ഈ ടിന്ന് ഇതിലോട്ട് ഇറക്കി വെച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചൊരു 40-45 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് കുക്കായിട്ടുണ്ടോ നോക്കാം. നമുക്ക് എന്തെങ്കിലും ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഗിർക്കിലോ വെച്ചൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഫുള്ളായിട്ട് ക്ലിയറായി വന്നിട്ടുണ്ടെങ്കിൽ ഇത് വെന്തിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ഫ്ലെയിമും പാത്രത്തിൻ്റെ ചൂടും അനുസരിച്ചായിരിക്കും കേക്കിൻ്റെ വേവൊക്കെ. അപ്പോൾ എന്തായാലും ഒരു 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മളെ കേക്ക് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് സൈഡൊന്ന് വിടുവിച്ച് കൊടുത്താൽ തന്നെ പെട്ടെന്ന് നമുക്കിത് വിട്ട് കിട്ടും. അപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലോട്ട് കമത്തിയിട്ട് കാണിച്ചു. അപ്പോൾ ഇത് നമ്മളെ കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നിങ്ങളെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചോക്ലേറ്റ് ബേസ് ആയിട്ടുള്ള ഏതൊരു കേക്കിനും പറ്റിയ നല്ലൊരു സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണിത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ഒരു ടൈപ്പിൽ കേക്ക് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അതേപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതിന് മുന്നേയും കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, 2-3 വീഡിയോസ് കേക്കിൻ്റെ തന്നെ. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണും കേട്ടോ. ചോക്ലേറ്റ് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോസ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളുണ്ടാക്കുന്ന കേക്കിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരാമെന്നാണ്. ഞാൻ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്. ആ മെയിൽ ഐ ഡി വഴി നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ എനിക്ക് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതേപോലുള്ള എളുപ്പത്തിലുള്ള റെസിപ്പീസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.